സംഖ്യാപുസ്തകം 28 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. നീ അവരോട് പറയേണ്ടത്, നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന ദഹനയാഗം എന്തെന്നാൽ, നാൾ തോറും നിരന്തര ഹോമയാഗത്തിനായി 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാട്, ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. ഇടിച്ചെടുത്ത എണ്ണ 1/4 ഹീൻ ചേർത്ത 1 ഇടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സീനായി പർവ്വതത്തിൽ വെച്ച് നിയമിക്കപ്പെട്ട നിരന്തര ഹോമയാഗം. അതിൻ്റെ പാനീയയാഗം കുഞ്ഞാടൊന്നിന് 1/4 ഹീൻ മദ്യമായിരിക്കണം. അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തെ യാഗം കഴിക്കണം. അതിനെ രാവിലത്തെ ഭോജനയാഗവും അതിൻ്റെ പാനീയയാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. ശബത്ത് നാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയയാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് ശബത്ത് തോറുമുള്ള ഹോമയാഗം. നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും കാള ഒന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 3 ഇടങ്ങഴി മാവും ആട്ടുകൊറ്റന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും കുഞ്ഞാടൊന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 1 ഇടങ്ങഴി മാവും അർപ്പിക്കണം. അത് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. അവയുടെ പാനീയയാഗം കാളയൊന്നിന് 1/2 ഹീൻ വീഞ്ഞും ആട്ടുകൊറ്റന് ഹീനിൻ്റെ 1/3 കുഞ്ഞാടൊന്നിന് 1/4 ഹീനും ആയിരിക്കണം. ഇത് മാസാന്തരം അമാവാസ്യ തോറുമുള്ള ഹോമയാഗം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ പാപയാഗമായി യഹോവയ്ക്കൊരു കോലാട്ടുകൊറ്റനെയും അർപ്പിക്കണം. 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ ആകുന്നു. ആ മാസം 15-ാം തീയതി പെരുന്നാളായിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള 7 കുഞ്ഞാടിനെയും ദഹനയാഗമായി അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവായിരിക്കണം. കാളയൊന്നിന് 3 ഇടങ്ങഴിയും ആട്ടുകൊറ്റന് 2 ഇടങ്ങഴിയും 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഓരോ ഇടങ്ങഴിയും അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടിനെയും അർപ്പിക്കണം. നിരന്തര ഹോമയാഗമായി രാവിലത്തെ ഹോമയാഗത്തിന് പുറമെ ഇവയർപ്പിക്കണം. ഇങ്ങനെ 7 നാളും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗത്തിൻ്റെ ഭോജനം ദിവസം പ്രതി അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇതർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. വാരോത്സവമായ ആദ്യഫല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗമായി എണ്ണ ചേർത്ത മാവ് കാള ഒന്നിന് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴി 2 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ 1 കോലാട്ടുകൊറ്റനും വേണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയുടെ പാനീയയാഗത്തിനും പുറമെ നിങ്ങളിവ അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. സംഖ്യാപുസ്തകം 29 അധ്യായം. 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. അത് നിങ്ങൾക്ക് കാഹളനാദോത്സവം ആകുന്നു. അന്ന് നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനായ ഹോമയാഗമായി 1 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും
1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3, ആട്ടുകൊറ്റന് ഇടങ്ങഴി 2, 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. അമാവാസിയിലെ ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും നാൾതോറുമുള്ള ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയ്ക്ക് നിയമപ്രകാരമുള്ള പാനീയാഗങ്ങൾക്കും പുറമെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി തന്നെ 7-ാം മാസം 10-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം, വേലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സുഗന്ധവാസനയായ ഹോമയാഗമായി 1 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3, ആട്ടുകൊറ്റന് ഇടങ്ങഴി 2, 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. പ്രായശ്ചിത്തയാഗത്തിനും നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 7-ാം മാസം 15-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗവുമായി 13 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 14 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം 13 കാളയിൽ ഓരോന്നിന് എണ്ണ ചേർത്ത മാവ് ഇടങ്ങഴി 3, 2 ആട്ടുകൊറ്റനിൽ ഓരോന്നിന് ഇടങ്ങഴി 2, 14 കുഞ്ഞാട്ടിൽ ഓരോന്നിനും ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 2-ാം ദിവസം നിങ്ങൾ 12 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 3-ാം ദിവസം 11 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 4-ാം ദിവസം 10 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 5-ാം ദിവസം 9 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 6-ാം ദിവസം 8 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 7-ാം ദിവസം 7 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം.
8-ാം ദിവസം നിങ്ങൾക്ക് അന്ത്യയോഗമുണ്ടാകണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായിട്ട് ഒരു കോലാട്ടുകൊറ്റനും വേണം. ഇവയെ നിങ്ങൾ നിങ്ങളുടെ നേർച്ചകളും സ്വമേധാദാനങ്ങളുമായ ഹോമയാഗങ്ങൾക്കും ഭോജനയാഗങ്ങൾക്കും പാനീയയാഗങ്ങൾക്കും പുറമെ നിങ്ങളുടെ ഉത്സവങ്ങളിൽ യഹോവയ്ക്ക് അർപ്പിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതൊക്കെയും മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 109. എൻ്റെ പുകഴ്ചയായ ദൈവമേ, മൗനമായിരിക്കരുതേ. ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. ഭോഷ്കുള്ള നാവുകൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവർ ദ്വേഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു. കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിനു പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവൻ്റെ മേൽ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞു തിണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരുന്നു നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരുമുണ്ടാകരുതേ. അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ. അവൻ്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ. അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ. അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും വരുതേ. അവ എല്ലായ്പ്പോഴും യഹോവയുടെ മുമ്പാകെ ഇരിക്കട്ടെ. അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് തന്നെ. അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു. ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അനുഗ്രഹം അവൻ അപ്രിയമായിരുന്നു, അതവനെ വിട്ടകന്നുപോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും ചെന്നു. അന്ന് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്കുകെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇത് എൻ്റെ എതിരാളികൾക്കും എന്നോട് വിരോധമായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. ഒരു വെട്ടുക്കിളിയെപ്പോലെ എന്നെ ചാടിക്കുന്നു. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എൻ്റെ ദേഹം പുഷ്ടി വിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കൈ എന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, അടിയനോ സന്തോഷിക്കും. എൻ്റെ എതിരാളികൾ നിന്നധരിക്കും. പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിന് നടുവിൽ അവനെ പുകഴ്ത്തും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ അടുക്കൽ ചെന്ന്, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്നു പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ
എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും സേവകന്മാരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു, നീ എവിടെ നിന്നും ആകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടല്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരമുണ്ടാകിയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതൻ അല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ, കൊന്നുകളക കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ മറ്റൊരു രാജാവില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ 2 ആളുകളെയും ഒരുത്തിനെ അപ്പുറത്തും ഒരുത്തിനെ ഇപ്പുറത്തും യേശുവിന് നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിച്ചു. അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്നവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിൽ പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്തു. ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാത്ത മേൽതൊട്ടടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. യേശുവിന് ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന് വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ
സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്നവൻ അറിയുന്നു. അവൻ്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവർ കുത്തിവെങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമഥ്യയിലെ യോസേഫ് യേശുവിൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടും കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിന് മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു.